ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി നമ്മിൽ വസിച്ചാൽ നമുക്ക് ലോകത്തിന് പിന്നാലെ ഓടാതെ കർത്താവായ ക്രിസ്തുവിനോട് ചേർന്ന് ഓടുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണം. സ്വർഗത്തിൻ്റെ ശക്തി ഭൂമിയിലാണ് നാം വസിക്കുന്നത്, ഈ ഭൂമിയിലാണ് നാം ചരിക്കുന്നത്, നാം സഞ്ചരിക്കുന്നത്, ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയിലെ തിന്മകളൊന്നും നമ്മിലേക്ക് വറ്റിച്ചേരാൻ പാടില്ല. ഈ ലോകത്തിലെ അഴുക്കും അശുദ്ധിയും നമ്മിലേക്ക് വറ്റിച്ചേരാൻ പാടില്ല. അങ്ങനെ നിന്നാൽ മാത്രമേ കർത്താവിൻ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വ്യക്തമാണ് കാര്യം. ലോകത്തിൻ്റെ മാലിന്യം തട്ടാതെ നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ മാലിന്യം, ഒരു വ്യാജം തമ്മിൽ വരരുത്, ഒരു സൂത്രവും കൗശലവും തമ്മിൽ വരരുത്, ഒരു കാപട്യം തമ്മിൽ വരരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയുമെല്ലാം വിശുദ്ധമായിരിക്കണം, കറതീർന്നതായിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് സാധിക്കുമോ? സാധാരണക്കാർക്ക് സാധിക്കുമോ? സഹോദരങ്ങളെ, ഞാൻ സാധിക്കുമെന്ന് പറയുക മാത്രമല്ല, അത് സാധിക്കുന്ന അനേകരുണ്ടെന്ന്. ലോകത്തിൻ്റെ മാലിന്യം തൊട്ടാൻ നിൽക്കുന്നവർ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദുഷിയും പഴിയും ഏറ്റുകൊണ്ട് ഇന്ന് ഈ ജീവിതയാത്ര സന്തോഷത്തോടെ നയിച്ചു കൊണ്ടുപോകുന്നവർ, ക്രിസ്തുവിന് വേണ്ടി ആക്ഷേപം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയും കഷ്ടം സഹിക്കുന്നവർ എത്രയോ പേരുണ്ട്, എത്രയോ പേര്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി രക്തം കൊടുക്കുവാൻ മനസ്സായി, ജീവൻ ത്യജിക്കാൻ മനസ്സായി നിൽക്കുന്ന എത്രയോ പേര് രക്തസാക്ഷികൾ. ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ നാം കാണും, അനേകർ ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെച്ചവരാണ്. സഹോദരങ്ങൾ, ഇതെല്ലാം പ്രസംഗിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയും. പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നിന്ന് വഹിക്കേണ്ട അവസരം വരുമ്പോൾ, അല്ല ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കേണ്ട അവസരം വരുമ്പോൾ, അപ്പോൾ നാം നിൽക്കുമോ അതോ നാം ക്രിസ്തുവിനെ തള്ളിപ്പറയുമോ? കർത്താവിന് സ്തോത്രം. ഒരു കാരണവശാലും ക്രിസ്തുവിനെ തള്ളിപ്പറയരുത്. ഒരു കാരണവശാലും. എന്നെ സ്നേഹിച്ച് എൻ്റെ ആത്മാവിന് നിത്യജീവൻ തന്ന് എനിക്ക് വേണ്ടി സ്വർഗ്ഗം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനം പണിയുന്ന എൻ്റെ യേശുവിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് എന്നുള്ള ചിന്ത വരണം. ആരും എന്നെ മാനിക്കേണ്ട, ആരും എന്നെ സ്നേഹിക്കേണ്ട, ആരും എന്നെ പൂജിക്കേണ്ട, വേണ്ട വേണ്ട, എനിക്ക് എന്നും വേണ്ട. എനിക്കെൻ്റെ യേശു മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു മതി, എനിക്ക് യേശു മാത്രം മതി. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾക്ക് ജയിച്ചു പോകാം. ഇന്ന ചിന്ത വരുന്നില്ലേ? നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കൂ. അത് ഈ ലോകത്തിൽ കർത്താവേ, യേശുവിൻ്റെ പിന്നാലെ പോകുന്ന മഹാസൗഭാഗ്യം എനിക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എന്നിൽ ലോകസ്നേഹം ഉണ്ടല്ലോ കർത്താവേ, നിങ്ങൾ തുറന്നു പറയൂ. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ ലോകസ്നേഹവും ദ്രവ്യാഗ്രഹവും എല്ലാം പൊന്തി വരുന്നത് ഞാൻ കാണുന്നുണ്ട് കർത്താവേ എന്ന് പറയൂ. കർത്താവേ, ഓരോ കാര്യം വരുമ്പോൾ എൻ്റെ തന്നിഷ്ടവും എൻ്റെ സ്വന്തം അഭിപ്രായവും പൊന്തി വരുന്നു. എൻ്റെ അഭിപ്രായം തെറ്റിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം നിങ്ങൾ തുറന്നു പറയൂ, കർത്താവോട് പറയൂ. ആത്മീയമായ കാര്യങ്ങളിൽ പോലും ചില കാര്യങ്ങൾ കടുംപിടുത്തമുള്ള ആളുകളുണ്ട്, അതും പാവമാണ്. എല്ലാം കർത്താവോട് പറയൂ. അതെല്ലാം ലോകസ്നേഹമാണ്, അതെല്ലാം മനുഷ്യമാനം കിട്ടാനുള്ള വഴികളാണ്. മനുഷ്യരുടെ മാനം വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കണം. വേണ്ട എനിക്ക്, വേണ്ട വേണ്ട എനിക്ക് ലോകയിമ്പം വേണ്ട. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം വേദത്തിൽ വായിക്കുന്നു, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കൂ. 1 യോഹന്നാൻ 2:15. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, പ്രതാപമോഹം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്ന് വരുന്നതല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും ഈ ലോകത്തിൽ നിന്നുള്ളതാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം അതെല്ലാം ഈ ലോകത്തിൽ നിന്നുള്ളതാണ്. പിന്നെ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കിരിക്കുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, ഒട്ടേറെ കാര്യങ്ങൾ നമുക്കതിൽ ചിന്തിക്കാനുണ്ട്. എന്താണ് ദൈവേഷ്ടം ചെയ്യുക? ദൈവത്തിന് ഇഷ്ടമോ നിങ്ങൾ ശുദ്ധീകരണം തന്നെ. വീണ്ടും വീണ്ടും കഴുകാൻ ആഗ്രഹിക്കുക, ഇനി കഴുകൽ കെട്ടണമെന്ന് ആഗ്രഹിക്കുക. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം വേണം. എൻ്റെ ആളത്വം ഇനിയും കഴുകപ്പെടണം. എൻ്റെ അകത്തെ മനുഷ്യൻ കഴുകപ്പെടണം. അകത്തെ മനുഷ്യൻ ഇനിയും ശുദ്ധീകരണം പ്രാപിക്കണം. അകത്ത് മാറ്റം വരണം. ഇന്ന് അനേകർ പരീക്ഷ മനോഭാവത്തോടിരിക്കുന്നു. എനിക്ക് അകത്ത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആരോടും ഇഷ്ടക്കുറവില്ല, ആർക്കും എന്നോട് ഇഷ്ടക്കുറവുണ്ടോ എന്ന് ഞാൻ നോക്കുന്നില്ല, എനിക്ക് ആരോട് പരാതിയൊന്നുമില്ല എന്നിങ്ങനെ സ്വയം സമാധാനപ്പെട്ടുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്.
അകത്തോ നീരസവും കയ്പും അസൂയയും പകയും വിദ്വേഷവും കുമിഞ്ഞു നിൽക്കുകയാണ്. അത് ആരും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. ലോകത്തുള്ളതായി പറ്റുവാനും ലോകത്തുള്ളതായി അറ്റാച്ച്മെൻറ്റ്, ലോകത്തുള്ള ഇഷ്ടവും അവിടെ നിൽക്കുകയാണ്. ലോകത്തുള്ള അറ്റാച്ച്മെൻറ്റ്, ലോകത്തുള്ളതായി പറ്റുവാനും നിൽക്കുകയാണ്. ലോകത്തിൽ നിന്ന് ഉള്ളം മാറുന്നില്ല. ഏതൊരു കാര്യത്തിൽ ലോകത്തിലേക്കാണ് നമ്മുടെ ദൃഷ്ടി, മനുഷ്യനിലേക്കാണ് നമ്മുടെ ദൃഷ്ടി. മനുഷ്യൻ എന്ത് ചിന്തിക്കും, എന്ത് പറയും, അതാണ് നമ്മുടെ ചിന്ത. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇവിടെ പറയുന്നതാണ്, ജഡമോഹം കൺമോഹം ജീവിതത്തിന് പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ലോകവും ഒഴിഞ്ഞു പോകും, ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിലുള്ളതെല്ലാം എത്ര നാളേക്ക് നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, കർത്താവേ ഈ രാത്രി മരണം വന്നാൽ കർത്താവേ ഞാൻ എൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാൻ പറ്റാറുണ്ടോ? ഈ രാത്രി നാളെ പ്രഭാതത്തിന് മുൻപ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ എനിക്ക് യോഗ്യത തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? പാപങ്ങളെല്ലാം കഴിയണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ ഇന്ന് രാത്രി കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരവ് ആകുന്നുവെങ്കിൽ, നനച്ച് ചെയ്യാൻ സമയത്ത് കാഹളനാദം കേൾക്കുന്നുവെങ്കിൽ പറന്നു വരാൻ എന്നെ ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് യേശു വരുന്നത് ആർക്കറിയാം? ആരും നനയ്ക്കാത്ത സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു വരും. ഈ രാത്രി യേശു വരുന്നുവെങ്കിൽ, കർത്താവേ നാളെ പ്രഭാതത്തിന് മുൻപ് ഞാൻ എടുക്കപ്പെടാൻ ഇടയാക്കണമേ, എൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇതെല്ലാം നമ്മൾ ചിന്താവിഷയമാകേണ്ടതാണ്. പിതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്നു, പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഇന്നത്തെ പിതാക്കന്മാർക്കല്ല, പണ്ടത്തെ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. ഞാൻ അഞ്ചുന്നെൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപ്പൂങ്കാവിൽ വേലിക്കൊത്തന്നെ നാഥാ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തിൽ ഏകുക വാസം തിരുഹിതമാം സ്ഥാനേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പേടിച്ചു പോകുന്നതാണ് പറയുന്നത്. എൻ്റെ കർത്താവേ, ഞാൻ ഭയന്നു പോകുന്നു, ഞാൻ പരിഭ്രമിച്ചു പോകുന്നു, ഞാൻ ഭയന്നു പോകുന്നു, ഞാൻ അഞ്ചുന്നു. എൻ്റെ പാപം വേലി പോലെ തടുത്ത് നിൽക്കുന്നല്ലോ. നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിന് തടസ്സമായി വേലി പോലെ എൻ്റെ പാവം തടുത്ത് രോധിക്കുന്നല്ലോ. പാവം രോധിച്ച് നിൽക്കുന്നു, പാവം തടുത്ത് നിൽക്കുന്നു. കർത്താവേ, എനിക്കും എൻ്റെ യേശുവിനെതിരെ ഇടയ്ക്ക് ഒരു പാവം നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നില്ല. ഞാൻ അഞ്ചുന്നു എൻ പാപത്താൽ. എൻ്റെ കർത്താവേ, എൻ്റെ പാവോർത്ത് ഞാൻ അഞ്ചുന്നു, ഞാൻ പേടിക്കുന്നു. പിതാക്കന്മാരെ പാവം ചെയ്തിട്ടല്ല, അകത്ത് ചിന്തകളിലോ വിചാരങ്ങളിലോ അല്ലെങ്കിൽ നിരൂപണങ്ങളിലോ അല്ല, ഒരുപക്ഷെ സ്വപ്നത്തിലോ, അതുമല്ല ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ചിന്തയും വിചാരവും ഒന്നും വരാതെ ആളത്വത്തിൻ്റെ മനോഭാവത്തിലോ എന്തെങ്കിലും പാവം വന്നോ എന്നുള്ള ആ പരിഭ്രമം കൊണ്ട് പിതാക്കന്മാർ പറയുന്നത്, അയ്യോ ഞാൻ ഭയന്നു പോകുന്നു. ആരോടെങ്കിലും ഒരു നീരസമോ ആർക്കെങ്കിലും വേദന വരുന്നൊരു വാക്കോ വന്നുപോയോ എന്ന് ഓർത്ത് ഞാൻ പരിഭ്രമിക്കുന്നു. ആരെയെങ്കിലും ദുഃഖിപ്പിക്കുന്നതോ മുറിപ്പെടുന്നതോ ഒരു വാക്ക് എനിക്ക് വന്നുപോയോ എന്ന് ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, വേലി പോലെ രോധിച്ച് നിൽക്കുന്ന പാവത്തെ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എൻ്റെ പാവം മോചിക്കണമേ. ഞാൻ അഞ്ചുന്നെൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപ്പൂങ്കാവിൽ വേലിക്കൊത്തന്നെ നാഥാ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തിൽ ഏകുക വാസം തിരുഹിതമാം സ്ഥാനേ. പോകാതെ രക്ഷിക്കണമേ, നരകത്തിലേക്ക് എന്നെ പറഞ്ഞുവിടല്ലേ. രക്ഷിക്കണമേ, നരകത്തിൽ നിന്ന് കർത്താവെ രക്ഷിച്ച് നിനക്ക് തിരിഹിതമാകുന്ന സ്ഥാനത്ത്, എനിക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്ത് എന്നെ എത്തിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് പാവം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന സമാധാനത്തോടെയാണ് പിന്നത്തെ സ്റ്റാൻസ് പാടുന്നത്. സ്തുതി അനുതാപക്കാർ മുൻപിൽ വാതിൽ തുറക്കും രാജാവാം ഈശോ പാദകിയാം ഞാനർത്ഥിപ്പു നൽവരത്താനത്താമോദം നൽകുക ഭാവുകത്താതാവേ. തീരണമേ ഞാൻ നിന്നോട് കിന്നരമാ.
സ്റ്റാൻസ് തുടങ്ങുമ്പോൾ സ്തുതി, അവസാനിക്കുമ്പോൾ സ്തുതിയുടെ കിന്നരം, സ്തോത്രം. എന്താണ് പറയുന്നത്? സാക്ഷാലുള്ള സ്തുതി അതാണ്. പാവം ക്ഷമിച്ച് കിട്ടിയതുള്ളതായ സന്തോഷം, എൻ്റെ പാവമെല്ലാം മോചിച്ചല്ലോ എന്നുള്ള സന്തോഷം, എൻ്റെ പാവങ്ങളൊന്നും കർത്താവ് കണക്കിടാതെ എല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ മായ്ച്ചു കളഞ്ഞല്ലോ എന്നുള്ള സന്തോഷം, എൻ്റെ പേര് ജീവന പുസ്തകത്തിൽ എഴുതി ചേർത്തല്ലോ എന്നുള്ള സന്തോഷം, പാപിയായ എന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ കർത്താവ് തിരുമനസ്സായല്ലോ എന്നുള്ള സന്തോഷം, എനിക്ക് യാതൊരു യോഗ്യതയുമില്ലാത്ത സ്വർഗത്തിലേക്ക് എന്നെ കയറ്റുവാനായിട്ട് കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നല്ലോ എന്നുള്ള സന്തോഷം, സ്തുതി. എൻ്റെ കർത്താവെ, ഒരു കാരണവശാൽ എത്തി നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലാത്ത നീചഭാവിയായി എന്നെ തേടി എൻ്റെ യേശു കടന്നു വരികയും എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിക്കുകയും ചെയ്യുവാൻ തൻ്റെ രക്തം ചിന്തിയല്ലോ എന്നുള്ള സന്തോഷം, തൻ്റെ ആ പരിശുദ്ധ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കിയല്ലോ എന്നുള്ള സന്തോഷം, ആ തിരക്താലിൻ്റെ പാവങ്ങളെല്ലാം കഴിയല്ലോ എന്നുള്ള സന്തോഷം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തു പറയുന്നു? പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം നിങ്ങൾക്കുണ്ടോ? പാവം കഴുകി കിട്ടിയോ? ലംഘനങ്ങൾ മാഞ്ഞ് കിട്ടിയോ? നിങ്ങളുടെ പാവങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടിയോ? പാവങ്ങളോർത്ത് നിങ്ങൾ കരഞ്ഞോ? പാവങ്ങളോർത്ത് നിങ്ങൾ അനുഭവിച്ചോ? കർത്താവേ, തെറ്റ് പറ്റിപ്പോയല്ലോ കർത്താവേ, നിങ്ങൾ അനുഭവിച്ചോ? അബദ്ധം പറ്റിപ്പോയല്ലോ കർത്താവേ. എൻ്റെ സ്നേഹിതരെ പറയട്ടെ, തീർച്ചയായും നിങ്ങൾ വാസ്തവമായി അനുഭവിച്ചാൽ എല്ലാ പാവവും കഴിയത്തരും നിശ്ചയമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്ക് ശുദ്ധീകരിക്കും. എന്തെല്ലാം സംഭവിച്ചെങ്കിലും എല്ലാം കഴിയത്തരും. മദ്യപാനത്തിൽ ജീവിതം മുടിച്ചവനാണെങ്കിലും അതെല്ലാം കർത്താവ് മാറ്റിത്തരും. മന്ത്രവാദത്തിലും ആഭിചാരത്തിലും എല്ലാവിധമായ ദൂഷിച്ച ആചാരങ്ങളിലും ഒഴുകിപ്പോയവനാണെങ്കിലും എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. ഏതെല്ലാം തിന്മകളിലേക്ക് കുടുങ്ങിയവനാണെങ്കിലും കർത്താവ് ക്ഷമിച്ചു തരും. അക്രമവും വഞ്ചനയും കൊലപാതകവും വ്യഭിചാരവും നടത്തിയവനാണെങ്കിലും എല്ലാം കർത്താവ് പുറത്തു തരും. വിശ്വസിക്കൂ. ഭ്രൂണഹത്യകൾ നടത്തിയവനാണെങ്കിലും കർത്താവ് ക്ഷമിച്ചു തരും. പ്രിയപ്പെട്ടവരെ, കഞ്ചാവിൻ്റെ അടിമയായി ജീവിച്ചവനാണെങ്കിലും നിനക്കിനി മോചനത്തിന് മാർഗമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാം ക്ഷമിച്ചു തരുന്ന ക്രൂസിലെ സ്നേഹം, അഗാധ സ്നേഹം, നിസ്തുല സ്നേഹം, ദിവ്യ സ്നേഹം, നിത്യസ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ സ്നേഹം, പരിശുദ്ധ സ്നേഹം, എല്ലാവരെയും കാണുന്ന സ്നേഹം, എല്ലാവരെയും ആദരിക്കുന്ന സ്നേഹം, എല്ലാവരെയും ചേർത്തണയ്ക്കുന്ന സ്നേഹം, ആരെയും തള്ളിക്കളയാത്ത സ്നേഹം. ഹല്ലേലൂയ. ക്രൂസിലെ സ്വർഗീയ സ്നേഹം ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് വാദിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ തുറക്കുവീൻ ഹൃദയത്തെ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ തുറന്നു പറയുവീൻ. യേശുവേ, കാൽവരിയിലെ സ്നേഹമേ, കടന്നു വരുവീൻ. നമുക്ക് പാടാം. കാൽവറി ക്രൂസിലെ സ്നേഹമേ, ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നു മാർവിലടച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നു മാർവിലടച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, വീട്ടുകാർ കൂട്ടമായി എന്നെ നിന്ന പരിഹാസം ചൊല്ലുമ്പോൾ ഞാൻ ഓർത്തിടുവേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരി തൂകുമ പൊന്മുഖം, ഞാൻ ഓർത്തിടുവേ എൻ്റെ പ്രിയൻ്റെ പുഞ്ചിരി തൂകുമ പൊന്മുഖം. സ്തോത്രം. നമ്മുടെ കർത്താവ് ലോകസ്നേഹത്തെ വെറുത്തിരുന്നു. ലോകസ്നേഹത്തെ ഏറ്റവും വെറുത്തിരുന്നു. കർത്താവ് തൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ 11 ശിഷ്യന്മാരെ മാത്രം ചേർത്തിരുത്തി ചെയ്ത അവസാന പ്രസംഗത്തിൽ കർത്താവ് അതിൻ്റെ 15-ാം അധ്യായത്തിൽ പറയും, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ, നിങ്ങൾ ലോകത്തിൻ്റെ ആളുകളാകാതെ, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. വായിക്കാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നുവെന്ന് അറിവിൻ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്ന ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകത്തിന് സ്വന്തമായി നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ
ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങളെ ലോകം പകയ്ക്കുകയാണ്. ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതിൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അതിൽ ആശ്ചര്യപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും ഒന്ന് പരിഹസിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വാടിപ്പോകുന്നു. ആരെങ്കിലും ഒന്ന് എതിർക്കുമ്പോൾ നിങ്ങൾക്ക് വാട്ടം വരുന്നു. ഒരുപക്ഷേ ആരെങ്കിലും നിങ്ങളോട് ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കാൻ പോകണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കുന്നു, അതങ്ങ് അനുസരിച്ച് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഞാൻ നിങ്ങൾ ലോകത്തിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ വലിച്ചെടുത്തിരിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അനേകം ആളുകളുടെ ലോകത്ത് നിന്ന് നിങ്ങൾ ചിലരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിന്? നിങ്ങൾ എൻ്റെ സാക്ഷികളാകാൻ നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെൻ്റെ സാക്ഷികളാകാൻ ഞാൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ അറിയണം, മറക്കരുത്. 16-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയും, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ലോകത്തിൽ നിങ്ങൾക്ക് ഭ്രഷ്ട് വരും. ചിലർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാട് കഴിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ വരുന്നു. നിങ്ങളെ കൊന്നാൽ ദൈവത്തിന് വഴിപാടാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. വായിക്കും. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു വഴിപാട് കഴിക്കുന്ന പോലെയാണ്. സ്തേഫാനോസിനെ അവർ കൊന്നത് ആ ഒരു മതതീഷ്ണത കൊണ്ടാണ്. സ്തേഫാനോസ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി നിൽക്കുന്നെന്ന് അവർക്ക് തോന്നിപ്പോയി. സ്തേഫാനോസ് പറയും സുവിശേഷം യഹോവയ്ക്ക് വിരുദ്ധമാണെന്ന് അവർക്ക് തോന്നിപ്പോയി. ദൈവത്തെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട്, അവരുടെ ഹൃദയത്തിൽ സങ്കല്പമുണ്ട് ദൈവം ആര് എന്ന്. ആ ദൈവത്തിന് വിരോധമായിട്ടാണ് സ്തേഫാനോസ് നിൽക്കുന്നതെന്ന് അവർക്ക് തോന്നിപ്പോയി. എന്നാൽ ആ സാക്ഷാൽ ദൈവം തന്നെ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവത്തെ തിരിച്ചറിയാൻ യഹൂദന്മാർക്ക് സാധിച്ചില്ല. സാക്ഷാൽ ദൈവം വന്നപ്പോൾ യഹൂദന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അവർ ഒരുമിച്ച് പെട്ടെന്നൊരു അവൈലബിൾ സിനഡ് കൂടി. പെട്ടെന്ന് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാവരും ഒന്നിച്ചുകൂടി. പെട്ടെന്ന് അവരാലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യേണ്ടു? എന്താണ് പ്രശ്നം? ലാസർ ഉയർത്തെഴുന്നേറ്റില്ലേ? യേശു ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഇങ്ങനെ പോയാൽ അവനെ ആളുകൾ അനുഗമിച്ചു പോകും. അനേകം പേര് അവൻ്റെ പിന്നാലെ പോകും. അത് പാടില്ല. അവൻ്റെ പിന്നാലെ അനേകർ പോകാനിടയാകും. പാവപ്പെട്ടൊരു യുവാവ് മരിച്ചുപോയി, ആ ചെറുപ്പക്കാരൻ ഉയർത്തെഴുന്നേറ്റ് പറയുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സാധാരണഗതിയിൽ മനുഷ്യരാണെങ്കിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അപ്പനില്ലാത്തൊരു ചെറുപ്പക്കാരൻ, കുഷ്ഠരോഗിയായ ശീമോൻ മരിച്ചുപോയി. അപ്പൻ കുഷ്ഠരോഗിയായിരുന്നു, പക്ഷേ മരിച്ചുപോയി. 2 പെങ്ങന്മാർ മാത്രമുണ്ട്, മാർത്തയും മറിയയും. ഈ യുവാവായ ലാസർ അവൻ പെട്ടെന്ന് രോഗം പിടിച്ച് മരിച്ചുപോയി. 4 ദിവസം അടക്കം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. യേശു അവിടെ ചെന്നു, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു. പാതാളത്തിൽ പോയ ലാസറിൻ്റെ ആത്മാവ് മടങ്ങി വന്നു. പാതാളത്തിൽ നിന്ന് തിരികെ ശരീരത്തിൽ പ്രവേശിച്ചു. ആ ശരീരം എഴുന്നേറ്റ് വന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വലിയ അത്ഭുതം കണ്ടപ്പോൾ ആളുകൾ അത്ഭുതം കൂറി യേശുവിന് പിന്നാലെ കൂടി. അനേകർ യേശു വിശ്വസിക്കാനിടയായി. അപ്പോഴാണ് അവിടെ പള്ളിപ്രമാണിമാർക്ക് ഭയങ്കരമായ അങ്കലാപ്പുണ്ടായത്. എന്ത് കഷ്ടമാണ്! ഇവനെക്കൊണ്ട് മുടിഞ്ഞല്ലോ, നമ്മുടെ സഭ മുടിയുന്നല്ലോ. ഇവനെക്കൊണ്ട് നമ്മുടെ സഭയ്ക്ക് വലിയ ഉദരവാണല്ലോ. അനേകരൻ്റെ പിന്നാലെ പോകുന്നു. ഇവനെ പലതും ഇതെല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുകയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആരും അറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് ലാസറിനെ കൊന്നേക്കാം. പിന്നെ ഈ കാര്യം ആരും അറിയില്ലല്ലോ. നോക്കൂ, അന്നത്തെ സമൂഹം ലോകത്തിൻ്റെ മാന്യത കൽപ്പിക്കുന്ന സമൂഹം, ലോകത്തിൻ്റെ മാന്യതയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന സമൂഹം. അന്ന് സാക്ഷാൽ രക്ഷാനായകനെ അവർ തള്ളിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. ഒന്നൊരു വായിക്കൂ, 16-1 മുതൽ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. യഹൂദമതത്തിലെ മേധാവികളും മേലാളന്മാരും നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. സ്തേഫാനോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിലാണ് കല്ലെറികൊണ്ടത്. ആദ്യത്തെ പ്രസംഗം. സ്തേഫാനോസ് കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്തെന്ത് പ്രസംഗങ്ങൾ ചെയ്യുമായിരുന്നു നമുക്ക് തോന്നിപ്പോകും. പണ്ടൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. സ്തേഫാനോസിന് ഇത്രയും ധീരമായ, അനുഗ്രഹീതമായ, ധന്യമായ, മൂർച്ചയുള്ള സുവിശേഷം പറയാൻ സാധിച്ചതുകൊണ്ട് ഇനി സ്തേഫാനോസ് കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു.
എന്തൊരു ബോധ്യമാണെന്ന് പിന്നെ ഞാൻ ചിന്തിച്ചു. എന്തൊരു ബോധ്യം! സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ തീരുമാനത്തെ, ദൈവത്തിൻ്റെ വഴികളെയും ഞാൻ ചിന്തിക്കാൻ ഞാൻ ആര്? ഞാൻ കർത്താവിനോട് മാപ്പ് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്തേഫാനോസിൻ്റെ ഒറ്റ പ്രസംഗം, ആ പ്രസംഗം കൊണ്ട് പ്രിയപ്പെട്ടവരെ അനേകരെ കർത്താവിലേക്ക് തിരിയാനിടയായി. ഒറ്റ പ്രസംഗം കൊണ്ട് ഉണ്ടായുള്ളൂ. സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് അങ്ങ് ഒടിഞ്ഞ്, ശരീരം ഒടിഞ്ഞ് താഴെ വീഴുന്നു. കല്ലിങ്ങനെ ദുരിതാവെന്ന് കൊള്ളുന്നു. 4 ഭാഗത്തു നിന്നും കല്ലേറ് വരുന്നു. ചുറ്റും നിന്നും കല്ലേറ് വന്ന് കൊള്ളുന്നു. സ്തേഫാനോസ് കിടന്ന് പെടഞ്ഞ് ആ വീണ് കിടക്കുന്നിടത്ത് ശരീരത്തിലും മുഖത്തും ദേഹത്തും എല്ലാം ഇങ്ങനെ ശരീരത്തിൽ കല്ലുകൾ കൊണ്ട് ശരീരം മുറിഞ്ഞൊഴുകുന്നു, ചോര ഒഴുകുന്നു. അപ്പോഴാണ് സ്തേഫാനോസ് കൊടുങ്കയ്യെത്തി ഒന്ന് ഉയരാൻ നോക്കിയത്. ഒന്ന് എഴുന്നേക്കാൻ നോക്കി. ഇല്ല, കൈ ഒടിഞ്ഞിരിക്കുന്നു. എങ്കിലും വേദന സഹിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ അപ്പോഴുണ്ട് കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തേഫാനോസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവ് സ്തേഫാനോസ് കല്ലേറുകൊണ്ട് പിടയുന്നത് കണ്ട് കർത്താവ് വാത്സല്യത്തോടെ, അനുകമ്പയോടെ, സ്നേഹത്തോടെ, ആർദ്രതയോടെ കർത്താവ് ഭൂമിയിലേക്ക് സ്തേഫാനോസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഉടനെ സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു, മിണ്ടാൻ വയ്യാത്ത സ്ഥിതിയായെങ്കിൽ ഉറക്കെ പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു, ദൈവപുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം. അവർക്ക് വലിയ അരിശമായി. സ്വർഗം തുറന്നിരുന്ന പറയാൻ ഇവനെന്താ അവകാശം? സ്വർഗത്തിൻ്റെ കാര്യം പറയാൻ ഇവനെന്താ അവകാശം? ഇവൻ കേവലം ഒരു നിസ്സാര മനുഷ്യൻ, ചെറുപ്പക്കാരൻ. ഇവനെന്ത് പറയാൻ അവകാശം എന്താണ്? അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പിന്നെയും എറിഞ്ഞു. സ്തേഫാനോസ് വാടിത്താഴെ വീണു, മരിച്ചു. ദൈവത്തിന് സ്തോത്രം. മരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, പിതാവേ, ഇവർക്ക് ഈ പാവം നിർത്തരുതേ. ആ ഒരൊറ്റ വാക്ക് അവിടെ കൊലയാളികളുടെ കൂടെ ഉണ്ടായിരുന്ന ശൗലിൻ്റെ മനസ്സിൽ അസ്ത്രം പോലെ തറച്ചു. പിതാവേ, ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്നുള്ള വാക്ക് ശൗലിൻ്റെ മനസ്സിൽ തറച്ചു. ശൗല് ഓർത്തു, ഇതെന്തൊരു സ്നേഹം! എറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം. അന്ന് ശൗല് മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശൗലാണ് സെൻറ്റ് പോളായി മാറിയത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഇനി നിങ്ങൾ ലോകത്തിൻ്റെ സ്നേഹിതനാകണോ അതോ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകണോ? ഇന്ന് ഈ കൂടി വന്നിരിക്കുന്ന ജനമെല്ലാം, നിങ്ങൾ മാത്രമല്ല, ദൂരെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ടല്ലോ, എല്ലാവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ ഒന്ന് ഉണർന്നെങ്കിൽ, എല്ലാവരും യേശുവിനെ സാക്ഷിക്കാനൊന്ന് എഴുന്നേറ്റെങ്കിൽ, എല്ലാവരും ജീവിതത്തിൽ സ്വഭാവം ഒന്ന് മാറിയെങ്കിൽ, പ്രസംഗം പറഞ്ഞില്ലെങ്കിലും സാക്ഷി പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാറ്റം വന്ന് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം മാറുന്നത് കണ്ട് നിങ്ങളുടെ ഭാര്യ ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം മാറുന്നത് കണ്ട് ഭർത്താവ് ഒന്ന് വീണ്ടുചാരത്തിലേക്ക് വന്നെങ്കിൽ, നിൻ്റെ മോളെ നിൻ്റെ സ്വഭാവം കണ്ട് നിൻ്റെ മാതാപിതാക്കൾ സന്തോഷം അനുഭവിച്ചെങ്കിൽ, സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? യേശു അടുത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ചേർന്ന് നിൽക്കുന്നുണ്ട്. യേശു തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ദൂരദൂരെയല്ല എൻ്റെ യേശു. സ്തോത്രം. റോബ് എന്ന പുസ്തകം, മേലങ്കി, ദ റോബ് എന്ന പുസ്തകം ലോയിഡ് സി ഡഗ്ലസ് എഴുതി മനോഹരമായ പുസ്തകം വായിച്ചപ്പോൾ സ്തേഫാനസിൻ്റെ വിവരണം ഞാൻ കണ്ടു. ഞാൻ അത് വായിച്ച് ഞാൻ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ പുസ്തകമാണ് ദ റോബ്. ഇംഗ്ലീഷിൽ ദ റോബ്, മലയാളത്തിൽ മേലങ്കി. ലോയിഡ് സി ഡഗ്ലസ്. വായിച്ചാൽ കൊള്ളാം. നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. കർത്താവേ, വേണ്ട, എനിക്ക് ഈ ലോകയിമ്പം വേണ്ട കർത്താവേ. ലോകമനുഷ്യനെക്കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ. നീ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ അകൃത്യം കാണരുത് കർത്താവേ. നീ നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം ഉണ്ടാകരുത്. മാത്രം മതി കർത്താവേ. വേറൊന്നും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പറയാൻ പറ്റുമോ? എനിക്ക് വേറൊന്നും വേണ്ട കർത്താവേ. അവിടെ നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അകൃത്യം കാണരുത്, തിന്മ കാണരുത്, ദുരുദ്ദേശം കാണരുത്, ദുഷ്ടലാക്ക് കാണരുത്, ദുഷ്ടമായ ലാക്ക് എനിക്ക് വരരുത്, ചീത്ത ഉദ്ദേശങ്ങൾ എനിക്ക് വരരുത് കർത്താവേ. എൻ്റെ ഓരോ ചലനത്തിലും യേശു ക്രിസ്തു പ്രസാദിക്കുന്നതായി തീരണം. അങ്ങനെ ഒരു പുതിയ ജീവിതം എനിക്ക് നയിക്കണം കർത്താവേ. നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ അടുത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾ ഉള്ളു തുറന്ന് പറയൂ, നിങ്ങളുടെ ഹൃദയം തുറന്ന് പറയൂ, യേശുവേ, എനിക്കൊരു പുതിയ മനുഷ്യനായി യേശുവിനെ സ്നേഹിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. എനിക്കൊരു പുതിയ മനുഷ്യനായി ലോകത്ത് വെറുത്തും യേശുവിനെ സ്നേഹിച്ചും പുതിയ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഹൃദയത്തിൽ നിങ്ങൾക്ക് പറയാം, എൻ്റെ യേശുവേ, ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. എൻ്റെ യേശുവേ, ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരം, നിൻ്റെ തിരക്തം പുരണ്ട കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവേ, എൻ്റെ മേൽ തൃക്കരം വെക്കണം.
അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം പ്രാപിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. നാഥ, അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും കണ്ടതിനായി സ്തോത്രം, ഞങ്ങൾ തൊട്ടതിനായി സ്തോത്രം. കർത്താവേ, തിരുവിലാവ് ഞങ്ങളെ ചേർത്തണയ്ക്കുവാൻ അവിടുന്ന് വിരിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവേ, ഹോസ്പിറ്റൽ രോഗികളായി കിടക്കുന്നവരോട് മനസ്സറിയണമേ. കർത്താവേ, ജീവനുള്ള ദൈവമേ, ചികിത്സയ്ക്ക് വേണ്ടി ബന്ധപ്പെടുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കണമേ. കർത്താവേ, എൻ്റെ ദൈവമേ, അനേക പാവബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവേ, ബന്ധനങ്ങൾ മാറ്റണമേ, ശാപങ്ങൾ മാറ്റണമേ, എല്ലാ പൈശാചിക ബാധകളെയും നീക്കണമേ, കുടുംബ സമാധാനം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.